നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇ ഡി 21ഓളം സ്ഥലങ്ങളിൽ, അതും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലൊക്കെ തന്നെ പരിശോധന നടത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി. അതുപോലെ കേരളത്തിന് പുറത്തുള്ള ഈ ഗോവർദ്ധനയൊക്കെ പോലെയുള്ള ആളുകളുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തിയിരുന്നു. ഏതായാലും ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ഇപ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇവരിൽ പലരും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ ശബരിമലയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ സ്വത്തുക്കൾ വാരിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇ ഡി നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ വളരെ പ്രമുഖരായ നിരവധി വ്യക്തികളുണ്ട്. ഇവരുടെയൊക്കെ തന്നെ സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇ ഡിയുടെ കൈവശം എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കാണിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇ ഡി കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇ ഡി ചെയ്യാറുള്ളത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നുള്ളത് തന്നെയാണ്. അതാണ് അവരുടെ ഒരു രീതി. അങ്ങനെ നോക്കുമ്പോൾ താൽക്കാലികമായി ഇവരുടെ എല്ലാം, അതായത് എ പത്മകുമാറിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ തന്നെ ഈ അനധികൃതമായി ഇവർ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടാനാണ് സാധ്യത. അതിലേക്കാണ് ഇപ്പോൾ ഇ ഡി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ അവരുടെ അന്വേഷണം തുടങ്ങിയാണ്. കഴിഞ്ഞ ദിവസം ശബരിമലയിലെ സന്നിധാനത്ത് നേരിട്ടെത്തി അവിടെ അവർ പരിശോധന നടത്തുകയും തെളിവെടുക്കുകയൊക്കെ തന്നെ ചെയ്തു. പക്ഷേ അവിടെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം, നേരത്തെ ശബരിമലയിലെ കൊടിമരത്തിന് മുകളിലുണ്ടെന്ന അഷ്ടദിക്പാലകരെ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. ഈ അഷ്ടദിക്പാലകരെ ഒരു ചാക്കിൽ കെട്ടി അവിടുത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എത്രമാത്രം നിരുത്തരവാദപരമായ ഒരു രീതിയാണ് ദേവസ്വം ബോർഡ് അധികൃതർ ഇത്തരത്തിലുള്ള വളരെ പവിത്രമായ ഈ ഒരു ആരാധനാ വസ്തുക്കളോട് കാട്ടിയത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ വിവാദമായപ്പോൾ മറ്റെവിടെന്നെങ്കിലും സൂക്ഷിച്ചിരുന്ന അഷ്ടദിക്പാലകരെ ചാക്കിൽ കെട്ടി ഇവിടെ എത്തിച്ചതാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും സന്നിധാനത്തും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ കണ്ടെത്തി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ, അതോ പൂജാവസ്തുക്കൾ തന്നെയാണോ, വാതിൽപ്പാളിയൊക്കെ തന്നെയാണോ തിരികെ എത്തിച്ചതെന്ന് ഇപ്പോൾ ഹൈക്കോടതിക്ക് പോലും സംശയമുണ്ട്. കാരണം ശബരിമലയിൽ ഉപയോഗിച്ച ഓരോ പൂജാവസ്തുക്കളും അവിടുത്തെ ഓരോ വാതിലും ജനലും അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ വസ്തുക്കളും തന്നെ കോടികൾ വില വരുന്നതാണ്. ഇത് എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുത്ത് വാങ്ങാൻ നമ്മുടെ നാട്ടിൽ തയ്യാറായി എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാം കൊണ്ടുപോയി ഇത് വിറ്റതാണോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. ഇതിനിടെ ഉണ്ടായ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സംഭവം, മുൻ മന്ത്രി ഇപ്പോൾ എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെ തനിക്ക് നേരത്തെ അറിയാമായിരുന്നു, എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തോടുള്ള വെളിപ്പെടുത്തലാണ്. അതായത് താൻ ശബരിമലയിൽ വലിയ ശക്തനാവുന്നതിന് മുമ്പ് തന്നെ കടകംപള്ളി സുരേന്ദ്രന് പരിചയമുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയധികം സ്വാധീനം ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്ന് ഒരുപക്ഷെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുമായും അതുപോലെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പമാണോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ വാർത്താസമ്മേളനം നടത്തിയ കാര്യമൊക്കെ തന്നെ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിൻ്റെ കസ്റ്റഡിയിലിരുന്ന സമയത്ത് വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം തന്നെ ഒടുവിൽ നിവൃത്തിയില്ലാതെ വെളിപ്പെടുത്തിയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല എ പത്മകുമാറും പറയുന്നത് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഇയാൾക്ക് പരിചയമുണ്ട് എന്നാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്താൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ നമുക്കറിയാം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം അവരുടെ തൽക്കാല അജണ്ടയിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോഴുമുണ്ട്. അതിനെ മാത്രമാണ് ഇപ്പോൾ ഈ സർക്കാർ ഭയപ്പെടുന്നത്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ, കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള ചോദ്യം വന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിലെല്ലാം അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കോടതിയാണ്, സർക്കാരല്ല. പക്ഷേ അന്വേഷണ സംഘം കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു പരിധിവരെ അവരെ സ്വാധീനിക്കാനും അവരുടെ തീരുമാനങ്ങൾ മാറ്റിമറിക്കാനും ഒക്കെ കഴിഞ്ഞേക്കും. എങ്കിൽ പോലും ഹൈക്കോടതി അവിടെ തന്നെയുണ്ട്. ഹൈക്കോടതി കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തട്ടിപ്പുകാരന്മാരുടെ കൊള്ളക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതും അതുപോലെ കടകംപള്ളി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മേൽ കൂടുതൽ നിയമ നടപടി ഉണ്ടാകുന്നതും ഒക്കെ തന്നെ നമ്മൾ കാണേണ്ടി വരും. ഒപ്പം ഇത്രയും പവിത്രമായ അഷ്ടദിക്പാലകരെ ചാക്കിൽ കെട്ടി അവിടുത്തെ സ്ട്രോങ് റൂമിലെ ശബരിമല മൂലയിൽ ഉപേക്ഷിച്ചത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല ഇവർക്ക് ഈ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ഈ ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിധിശേഖരം തന്നെയായിരുന്നു. അവിടെ നിന്ന് പരമാവധി സാധനങ്ങൾ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ നിന്നും അവരുടെ നിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്.